പുന്നത്തൂർ ആനക്കോട്ടയിലെ നായകനായ ഗുരുവായൂർ നന്ദന് ഇത് നീരുകാലമാണ്. ഈ സമയത്ത് ആനയ്ക്ക് മതിയായ സുഖചികിത്സ നൽകാനുള്ള തീരുമാനത്തിലാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡ്. കേരളത്തിലെ ഏറ്റവും പ്രശസ്തരായ ആനകളിൽ മുമ്പനാണ് ഈ ഗജവീരൻ. ഈ റിപ്പോർട്ടോടെ വാർത്താരംഭം പൂർണ്ണമാകുന്നു. ഇനി ന്യൂസ് ടേൺസ് കാണാം. നമസ്കാരം. ഒറ്റനോട്ടത്തിൽ ആരുടെയും മനസ്സ് കീഴടക്കുന്ന ലക്ഷണത്തികവ്, ഏതാൾക്കൂട്ടത്തിലും കൈവിടാത്ത ശാന്ത സ്വഭാവം. നിലവിൽ പുന്നത്തൂർ കോട്ടയിലെ കാരണവർ. ആനപ്രേമികളുടെ ആവേശമാണ് ഗുരുവായൂർ നന്ദൻ. പൊതുവെ ആനകൾ ഭക്ഷണത്തോട് അത്ര അടുപ്പം കാണിക്കാത്ത നീരുകാലത്തും നന്ദൻ ഭക്ഷണക്രമത്തിൽ പതിവ് പോലെ ഉഷാർ. ഇനി സുഖചികിത്സയുടെ നാളുകൾ. ഗുരുവായൂരപ്പൻ്റെ നന്ദനാന എന്ന് പറയുന്നത് ഗുരുവായൂർ നന്ദൻ എന്ന് തൃശ്ശൂർ പൂരത്തിൽ കോലമെടുക്കുന്ന ആന, പറമയ്ക്കവന് വേണ്ടി കോലെടുത്ത ആനയാണ്. വളരെ സ്വഭാവത്തിൽ ആരെയും ഇഷ്ടപ്പെടുന്ന, ആരെയും സ്നേഹിക്കുന്ന, ആരെയും കൂടെ നടക്കുന്ന, നമ്മൾ ചെന്ന് എന്ത് പറഞ്ഞാലും നമ്മോട് പ്രതികരിക്കുന്ന, ശല്യം ചെയ്യാത്ത, ഒരു വന്യമൃഗത്തിൻ്റെ രീതിയിൽ പെടുത്താൻ പറ്റില്ല, അത്രയും രീതിയിൽ നമ്മോട് പെരുമാറുന്ന ആനയാണ് നന്ദൻ. നന്ദൻ്റെ ആകെ ഒരു പ്രശ്നം, നന്നായി ഭക്ഷണം കഴിക്കണം. അതാണ് ആ ശരീരത്തിൻ്റെ തൂക്കത്തിൻ്റെ പറ്റി. അവൻ നീരിലിപ്പോൾ കെട്ടിയിരിക്കുക, എന്നാലും അവൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയും വേറെ കാര്യത്തിലും അവൻ ശ്രദ്ധ കൊടുക്കില്ല. കാരണം ഭക്ഷണത്തിലാണ് അവൻ്റെ പ്രധാന കേന്ദ്രീകരണം. പിന്നെ ആരോടും ദേഷ്യപ്പെടാതെ പാപ്പാമാരോടൊക്കെ വളരെ സ്നേഹത്തിൽ പെരുമാറുന്ന ഒരു ആനയാണ് നന്ദൻ. ഒരു പ്രശ്നം ഉണ്ടാക്കിയതായിട്ട് അടുത്ത കാലത്ത് ആരും കേട്ടിട്ടുണ്ടാവില്ല. കാരണം അതാണ് നന്ദൻ്റെ ഒരു പ്രത്യേകത. എവിടെയും ഏതൊരു സ്ഥലത്ത് കൊണ്ടു നിർത്തിയാലും ആളുകൾ അതിന് ചുറ്റും കൂടും. അത് കടൽ കാണാൻ ആളുകൾ ഓടിക്കൂടുന്നവർ നന്ദനെ കാണാൻ ആളുകൾ ഓടിക്കൂടും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഏഷ്യയിലെ തന്നെ ഏറ്റവും ഭാരം കൂടിയ നാട്ടാനയായ നന്ദന്റെ ഭാരം 7500 കിലോയാണ്. തൃശൂർ പൂരമടക്കം കേരളത്തിലെ പ്രധാന പൂരങ്ങളുടെയെല്ലാം നായകൻ. നീരുകാലവും സുഖചികിത്സയുമൊക്കെ കഴിഞ്ഞ് പൂരപ്പറമ്പുകളിലുള്ള നന്ദന്റെ വരവ് കാണാൻ കാത്തിരിക്കുകയാണ് ആരാധകർ. ന്യൂസ് 18 തൃശൂർ.